കൈക്കരുത്തിൽ കഴിവ് തെളിയിച്ച പോലീസ് ടീം ആലുവയിൽ ഒത്തുകൂടി. സെപ്റ്റംബർ 9 മുതൽ 13 വരെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ച് നടന്ന 73ാമത് ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ പഞ്ചഗുസ്തി മത്സരത്തിൽ കേരള പോലീസ് പുരുഷ വിഭാഗത്തിൽ 1 സ്വർണ്ണ മെഡലും 4 വെള്ളി മെഡലുകളും 3 വെങ്കല മെഡലുകളും നേടി. പുരുഷ വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. ഈ കായിക താരങ്ങളാണ് റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഒത്തുചേർന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. ഹരിയാന, മിസോറാം, UP സംസ്ഥാനങ്ങളിലെ കരുത്തരെ കീഴടക്കിയാണ് കേരള പോലീസ് വിജയ കിരീടം ചൂടിയത്. ഉത്തർപ്രദേശിലെ ലക്നൗ വെച്ച് നടന്നത്. അവിടെ 34 സ്റ്റേറ്റ് പോലീസും അതുപോലെ തന്നെ 10-12 അതർ ബറ്റാലിയനുകളും ഉണ്ടായിരുന്നു. അത് SSB, പാരാമിലിറ്ററി, ഈ CRPF, BSF പോലുള്ള പാരാമിലിറ്ററിയും ഉണ്ടായിരുന്നു. മത്സരം അതികഠിനമായിരുന്നു. കാരണം UP ഉത്തർപ്രദേശ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നമ്മളെ തൊട്ട് താഴെ പോയിട്ട് അവർക്കാണ്. മത്സരം ഒരു ദിവസത്തിലോറും കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മളാണ്, കേരള പോലീസാണ് ഓവറോളിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത്. മാത്രമല്ല ഇത്തവണ വേൾഡ് പോലീസ് മീറ്റിന് സെലക്ഷൻ ആയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും. അത് അമേരിക്കയിൽ വെച്ച് നടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ ആം റെസ്ലിംഗ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് നടന്നത്. 2 വർഷം ഞാൻ ഗോൾഡായിരുന്നു. ഈ വർഷം എല്ലാ എതിരാളികളും നല്ല പെർഫോമൻസും കാര്യങ്ങളായിരുന്നു. UPയും മിസോറാമുമാണ് എനിക്ക് ഏറ്റവും നല്ല ടീമായിട്ട് തോന്നിയത്. നമ്മുടെ തൊട്ട് പുറകെ തന്നെ UP പോലീസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ വർഷം സിൽവർ മെഡലാണ് നേടാൻ കഴിഞ്ഞത്. UPയിലുള്ള ഒരാളായിട്ട് ഫൈനലിൽ എനിക്കൊരു ഫൗള് കിട്ടിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ നമുക്ക് അവരെ വിൻ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള പോലീസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇത്തവണ നേടിയിട്ടുണ്ട്. പങ്കെടുത്ത എല്ലാവരും തന്നെ മെഡൽ നേടാൻ സാധിച്ചു. എൻ്റെ പേര് ജസ്റ്റിൻ. ഞാൻ ഇടുക്കി DHQയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നാഷണൽ ആം റെസ്ലിംഗ് കോമ്പറ്റീഷന് വരുന്നത്. അപ്പോൾ മുൻപത്തെ വർഷങ്ങളിൽ നമ്മൾ കേരള പോലീസ് ഓവറോൾ കരസ്ഥമാക്കിയെങ്കിലും മത്സരങ്ങളെല്ലാം നല്ല ടഫാണ്. ഇവരിൽ നിന്നും അറിഞ്ഞ പ്രകാരം ഞാൻ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത്തവണ എൻ്റെ ആദ്യത്തെ നാഷണൽ പോലീസ് മീറ്റിന് പോകുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ബോഡി ബിൽഡിങ്ങിൽ നാഷണൽ മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ മാറ്റി ആം റെസ്ലിങ്ങിലേക്ക് ചുവടുകൾ ഉറപ്പിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ എനിക്ക് ഒരു നാഷണൽ ആം റെസ്ലിംഗ് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രോൺസാണ് കിട്ടിയതെങ്കിലും ഒരു ഗോൾഡിന് തുല്യമായൊരു മെഡലാണ് എനിക്കത്. 3 വർഷമായിട്ട് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ നേടുന്ന മിസോറാം പോലീസുകാരൻ എൻ്റെ കാറ്റഗറിയിലായിരുന്നു ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണത്തെ 110 കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ നിന്നുള്ള പോലീസുകാരൻ ഇത്തവണ സിൽവറായി. അദ്ദേഹത്തോട് ഇഞ്ചോടിഞ്ച് പൊരുതിയാണ് എനിക്ക് ബ്രോൺസ് കിട്ടിയത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് 3ാമത്തെ തവണയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആം റെസ്ലിംഗ് വിഭാഗത്തിൽ കരസ്ഥമാക്കുന്നത്. എല്ലാ സ്റ്റേറ്റുകളും ഒപ്പം പാരാമിലിറ്ററി ഫോഴ്സ് ഉൾപ്പെടെ 35ഓളം ടീമുകൾ പങ്കെടുക്കുന്ന നാഷണൽ പോലീസ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 3 തവണ സ്ഥിരമായി നമ്മൾ കരസ്ഥമാക്കി. മുന്നോട്ട് അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. കാരണം വേണമെന്നല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പോലുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ പലരും ഈ മെഡലിന് പ്രൊമോഷൻ അതുപോലെയുള്ള മറ്റ് പല ആനുകൂല്യങ്ങളും നൽകി വരുന്നതിനാൽ അവിടെയുള്ള പ്ലെയേഴ്സ് അതിനെ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കുകയും അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമല്ല കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റേതായ മിഷനറീസ്, ഇതിൻ്റേതായ വർക്കൗട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് പ്രോപ്പറായിട്ട് ട്യൂട്ടർ ചെയ്യാൻ പറ്റിയൊരു കോച്ച്, അത് പറഞ്ഞു തരാൻ പറ്റുന്ന മറ്റ് സീനിയർ പ്ലെയേഴ്സ്, ഇവരൊക്കെയാണ് നമുക്ക് കേരള പോലീസിന് ഇപ്പം ഇതിങ്ങനെ സ്ഥിരമായിട്ട് നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റുകളിലും വെച്ച് നോക്കുമ്പം നോർത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ UP, ഡൽഹി, ആ ഭാഗങ്ങൾ, പിന്നെ കേരള ആം റെസ്ലിംഗിൽ ഇച്ചിരി എന്താ പറയുക, വളരെയധികം
ഒന്ന് മേൽക്കൈമയുള്ള സ്റ്റേറ്റുകളാണ് ഇവർ. മുന്നോട്ട് വരുന്തോറും ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നും UP, അത് അസം, മിസോറാം ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തീർച്ചയായും പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ അടുത്ത തവണ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോകുമ്പം ഇത് ഇനി മുന്നോട്ടും സ്ഥിരമായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രാക്ടീസ് തീർച്ചയായും വേണം. മുമ്പ് ആദ്യം 2022 നേടിയ ആ ഒരു ലാഘവത്തിൽ 2023 നേടാൻ സാധിച്ചിട്ടില്ല. അതിനേക്കാളും ഡിഫിക്കൽട്ടായിരുന്നു 2024. ഇത് വെച്ച് നോക്കുമ്പോൾ മുന്നോട്ടത് വീണ്ടും ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കും. അതനുസരിച്ചുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളും എല്ലാം ചെയ്യാതെ ഇനി ഇത് നിലനിർത്താനാവില്ല എന്നുള്ളത് തീർച്ചയാണ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ടീമിനെ അഭിനന്ദിച്ചു. കേരള പോലീസ് ഈ നേട്ടം കരസ്ഥമാക്കുന്നത് ഇത് 3ാം തവണയാണ്. അടുത്ത വർഷം ജൂണിൽ നടക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിനായി കേരള പോലീസ് ടീം അംഗങ്ങൾ യോഗ്യത നേടി. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.